എൻ പ്രശാന്ത് IAS ഹിയറിംഗിനായി ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലെത്തി. ഹിയറിംഗിന് തൊട്ടു മുൻപും ചീഫ് സെക്രട്ടറിയെ പരിഹസിച്ച് പ്രശാന്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേർന്നുണ്ട്. രശ്മി, എന്താണ് മറ്റ് നടപടികൾ? ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് എൻ പ്രശാന്തിനോട് എത്താൻ പറഞ്ഞിരുന്ന സമയം 4:30 പക്ഷേ 4:45 എൻ പ്രശാന്ത് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ എത്തിയത്. ഇപ്പോൾ ഹിയറിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഈ ഹിയറിംഗിന് തൊട്ടു മുൻപും ചീഫ് സെക്രട്ടറിയെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എൻ പ്രശാന്തൻ പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. പറഞ്ഞ സമയത്തിലും വൈകിയാണ് എത്തിയത്. ഇപ്പോൾ നിലവിൽ ഹിയറിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിചിത്രമായിട്ടുള്ള ആവശ്യങ്ങൾ എൻ പ്രശാന്ത് മുന്നോട്ട് വെച്ചിരുന്നു. അത് ഈ ഹിയറിംഗ് അത് കൃത്യമായി തന്നെ ലൈവ് സ്ട്രീമിംഗ് ഉണ്ടാകണം, അതിന്റെ ഓഡിയോ റെക്കോർഡ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അത് IAS ചട്ടങ്ങൾക്ക് വിരുദ്ധമാകും. അത്തരത്തിൽ തത്സമയ സംപ്രേഷണവും ഒപ്പം തന്നെ ഓഡിയോ റെക്കോർഡ് ചെയ്തതൊന്നും തന്നെ ശരിയായ നടപടിയല്ല എന്നുള്ളൊരു വിശദീകരണം ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ അല്പസമയം മുൻപ് വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇത്തരത്തിൽ എൻ പ്രശാന്തൻ പങ്കുവച്ചിരുന്നു. ലൈവ് സ്ട്രീമിംഗ് ആവശ്യം തള്ളിയ ചീഫ് സെക്രട്ടറിയെ പരിഹസിക്കുന്നതായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. കോടതി നടപടികളിൽ പോലും ഇതിനേക്കാൾ കൂടുതൽ സുതാര്യതയുണ്ട്, സുപ്രീം കോടതിയേക്കാൾ പവർ ചീഫ് സെക്രട്ടറിക്കാണോ എന്ന് ചോദിച്ചിരുന്നു. തന്റെ ഭാഗം കൂടി കേൾക്കുമാറാകണം എന്ന അപേക്ഷ നൽകിയിട്ട് 6 മാസമായി. ഇപ്പോഴെങ്കിലും കേൾക്കാൻ സന്മനസ് കാണിച്ചത് വലിയ കാര്യം. താൻ സമർപ്പിക്കുന്ന രേഖകളടക്കം അപ്രത്യക്ഷമാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ തത്സമയ സംപ്രേഷണം, ഓഡിയോ റെക്കോർഡിംഗ് അടക്കം നടത്തണം എന്നുള്ളൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നത്. ഏതായാലും തന്റെ ഭാഗം കേൾക്കുന്നില്ല എന്നുള്ള ഒരു പരാതി തുടർച്ചയായി ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി കൂടി ഇടപെട്ട് ഹിയറിംഗ് നടത്തുന്നതിന് വേണ്ടി ചീഫ് സെക്രട്ടറി എൻ പ്രശാന്തിനെ ഹിയറിംഗിന് വേണ്ടി നേരിട്ട് വിളിപ്പിച്ചത്. അതിനു മുൻപാണ് ഇത്തരത്തിൽ ചീഫ് സെക്രട്ടറിയെ പരിഹസിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടതും. 4:30 ഹാജരാകാൻ നിർദ്ദേശം നൽകി 4:45 ചീഫ് സെക്രട്ടറി ഓഫീസിലേക്ക് എൻ പ്രശാന്തിന് എത്തിയത്. ഏതായാലും ഹിയറിംഗ് ആരംഭിച്ചിട്ടുണ്ട്. രശ്മിയാണ് വിവരങ്ങൾ നൽകിയത്.